ഓൺലൈനിന്റെ വോയിസ് ക്ലിയർ ആണോ? Yes, sir. നിങ്ങൾക്ക് പവർ ബിയില് മിൻമാക്സ് ഹൈലൈറ്റിംഗ് കാണിച്ചിട്ടുണ്ടോ? മിൻമാക്സ് ഹൈലൈറ്റിംഗ് അല്ലല്ലോ. നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം റിക്വയർമെന്റ് പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു കോളം ചാർട്ട് ബിൽഡ് ചെയ്യുന്നു. കോളം ചാർട്ടിന്റെ എക്സ് ആക്സിലോട്ട് ഞാൻ ഡേറ്റ് ടേബിളിലെ ഡേറ്റ് ഹയറാർക്കിയിലെ മന്തും വൈ ആക്സിലോട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ടോട്ടൽ സെയിൽസ് ആഡ് ചെയ്യും. ഓക്കെ, ഇവിടെ ഞാനൊരു സ്ലൈസർ ക്രിയേറ്റ് ചെയ്തു. സ്ലൈസറിലോട്ട് ജസ്റ്റ് ഡേറ്റ് ഹയറാർക്കിയിലെ ഇയർ ആഡ് ചെയ്തു. പക്ഷെ അതിന്റെ സ്റ്റൈൽ ജസ്റ്റ് ടൈലിലോട്ട് മാറ്റി. ഇനി ഇവിടെ അടുത്തൊരു സ്ലൈസർ വീണ്ടും ക്രിയേറ്റ് ചെയ്തു. അതിലോട്ട് ലൊക്കേഷൻ ഡാറ്റയിലെ കൗണ്ടി ആഡ് ചെയ്തു. ഓക്കെ, എനിക്കിവിടെ വേണ്ട കാര്യം ക്ലൈന്റ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷനിലകത്ത് എങ്ങനെ ഫിൽറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഏത് മന്തിലാണോ ഏറ്റവും കൂടുതൽ റവന്യൂ വന്നിരിക്കുന്നത് ആ മന്തിനെ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യണം. ഏത് മന്തിലാണോ ഏറ്റവും കുറവ് റവന്യൂ വന്നിരിക്കുന്നത് അതിനെ ഒരു റെഡ് കളർ വെച്ചിട്ടും ഹൈലൈറ്റ് ചെയ്യണം. ഇതാണ് ക്ലൈന്റ് റിക്വയർമെന്റ്. ഇപ്പം 2017 സെലക്ട് ചെയ്താൽ ഹയസ്റ്റ് മന്തും ലോവസ്റ്റ് മന്തും ഡിഫറെന്റ് ആയിരിക്കും. 18 സെലക്ട് ചെയ്താൽ ഡിഫറെന്റ് ആയിരിക്കും. 19 സെലക്ട് ചെയ്താൽ ഡിഫറെന്റ് ആയിരിക്കും. ഇനി ഇതും ഇവിടുത്തെ ഓരോ വാല്യൂ സെലക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ആൾക്കാർ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ എപ്പോഴും എന്തായിരിക്കണം, എവിടെയാണോ ഏറ്റവും കൂടുതൽ റവന്യൂ വന്നിരിക്കുന്നത് അതിന്റെ കളറ് ഗ്രീനും ഏറ്റവും കുറവ് വന്ന ഡാറ്റാ പോയിന്റ് കളറ് റെഡുമായിട്ട് ഹൈലൈറ്റ് ചെയ്യണം. മാക്സിമത്തിനെ ഹൈലൈറ്റ് ചെയ്യണം, മിനിമത്തിനെ ഹൈലൈറ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് ക്ലയന്റിന്റെ ആ ഒരു കണ്ടീഷൻ. ആ ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് ഈ കോളത്തിന്റെ കളർ ഫോർമാറ്റ് ചെയ്യണം. റിക്വയർമെന്റ് ക്ലിയർ ആയോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. ഓൺലൈൻ റിക്വയർമെന്റ് ക്ലിയർ ആയോ? എന്താ ചെയ്യേണ്ടതെന്നുള്ളത് Yes, sir. Clear, sir. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവരും. ചെയ്ത ആൻസർ കിട്ടിയവർ മാത്രം ഓൺലൈനിൽ നിന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ.
യൂട്യൂബോ ചാറ്റ് ജി പി ടിയോ റെഫർ ചെയ്തു. സോ രണ്ട് സ്ലൈസർ ഉപയോഗിക്കുമ്പോഴും ഹയസ്റ്റ് ഗ്രീനും ലോവസ്റ്റ് റെഡും അങ്ങനെ അതാണ് കണ്ടീഷൻ. Yes, അതെ. രണ്ട് സ്ലൈസർ എന്നല്ല, ഏത് ഫിൽറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഈ വിഷനിലകത്ത് ഏത് രീതിയിൽ ഏത് ഫിൽറ്റർ അപ്ലൈ ചെയ്താലും ആ കണ്ടീഷനിൽ ഹയസ്റ്റും ലോവസ്റ്റും ഹൈലൈറ്റ് ചെയ്യണം. ഹയസ്റ്റ് ഗ്രീൻ കളർ വെച്ചിട്ടും ലോവസ്റ്റ് റെഡ് കളർ വെച്ചിട്ടും. ഓക്കെ. ഫ്രൈറ്റ് വർക്ക് ആൻസർ കിട്ടിയില്ല. ചെയ്യുക. ആ, കോഡ് അറിയാമെങ്കിൽ കോഡ് യൂസ് ചെയ്തോ, ഇല്ലെങ്കിൽ പേര് കൊടുത്തോ.
ഓൺലൈൻ ഓഫ്ലൈൻ ആർക്കും ആൻസർ കിട്ടിയില്ല. നിങ്ങൾ ഡാക്സിന്റെ എക്സ്പ്രഷൻ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതി നോക്കാം? മാക്സിമം ടോട്ടൽ സൈസ് കണ്ടുപിടിക്കണം. പക്ഷെ ആ ഒരു കണ്ടീഷൻ ഈ വിഷ്വലിനകത്ത് കയറുമ്പോൾ ഈ വിഷ്വലിനകത്ത് ആരുണ്ട്? ഡേറ്റ് ടേബിളിന്റെ ബേസ് ആയിരിക്കുന്ന ഒരു ഫിൽറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫിൽറ്ററിനെ ഒഴിവാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? മാക്സിമവും മിനിമവും കണ്ടുപിടിക്കുക. മനസ്സിലായോ? അതിനെക്കാളിയും സിമ്പിൾ ആയിട്ട് ഒരു മെത്തേഡ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾ ഡാക്സിന്റെ ഫങ്ഷൻസോ എക്സ്പ്രഷൻസോ ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഇതിനു വേണ്ടി ഒരു ഫീച്ചർ ഉണ്ട്. റൂൾസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ റൂൾസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? റൂൾസ് ഞാനത് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടല്ല, അതുകൊണ്ട് നിങ്ങൾ ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അല്ല, ഞാൻ ഒരു തവണ ജസ്റ്റ് എന്തോ റൂൾസ് എന്താണെന്ന് പറഞ്ഞു പോയതെന്നല്ലാതെ അത് വെച്ചിട്ട് നമ്മൾ യാതൊരു കൺസെപ്റ്റോ കാര്യങ്ങളോ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ നമുക്ക് റൂൾസിന്റെ കൺസെപ്റ്റ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. അതായത് ഒരു വിഷ്വൽസിന്റെ അകത്തോട്ട് വരുമ്പോൾ അവിടുത്തെ വാല്യൂ 100% ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏറ്റവും മാക്സിമം എന്നുള്ള കണ്ടീഷനായിരിക്കും. അപ്പോൾ ഇവിടെ ഏത് ഡാറ്റാ പോയിന്റിലാണോ ഏറ്റവും മാക്സിമം സെയിൽസ് ഉള്ളത് അതായിരിക്കും ഇവിടുത്തെ 100% പറഞ്ഞ കൺസെപ്റ്റ്. അത് ആ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യാം? അവിടുത്തെ 100%. അതായത് ഇപ്പൊ ഇതാണ് അതായത് ടോട്ടൽ സെയിൽസിന്റെ 100% പറഞ്ഞാൽ ഇവിടെ ആരായിരിക്കും? ഈ വാല്യൂ ആയിരിക്കും. അതുപോലെ ഏറ്റവും മിനിമം വരുന്ന വാല്യൂ അവിടെ റൺ ആവുന്നത് 0% എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ സെയിൽസ് എവിടെയാണോ 100% വരുന്നത് അതിന് ഗ്രീനും, എവിടെയാണോ 0% വരുന്നത് അതിന് റെഡ് എന്നുള്ള രണ്ട് റൂൾ അവിടെ എഴുതി ഉണ്ടാക്കിയാൽ മതി. നമുക്ക് എന്ത് വേണം? ഈ ഒരു എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിനെ പേഴ്സൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇവിടെ അതും നമ്മൾ മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല. അതും റൂൾസിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ വിഷ്വലിലെ കോളത്തിന്റെ കളർ നമുക്ക് എന്ത് ചെയ്യണം? റൂൾസ് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിന്റെ ഹെൽപ്പോട് കൂടെ ചേഞ്ച് ചെയ്യണം. എന്താണ്? ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതിനാണ് എന്ത് കോൾ ചെയ്യാം? കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കോളംസ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് റൂൾസ്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് റൂൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ സെയിൽസ്. അപ്പൊ ഇവിടെ ചോദിക്കും വാല്യൂ എന്താണോ ചോദിക്കുന്നത്. എനിക്ക് വാല്യൂ എന്താ വേണ്ടത്? ഈക്വൽ ടു, ഇവിടെ കണ്ടോ നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഒന്നുകിൽ എക്സാക്ട് നമ്പർ എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ആ വാല്യൂവിനെ പേഴ്സണലോട്ട് ആക്കിയിട്ടും കൺവേർട്ട് ചെയ്യാം. എനിക്ക് എന്താ വേണ്ടത്? ടോട്ടൽ സെയിൽസ് എപ്പോഴാണ് 100% ആവുന്നത് ചെക്ക് ചെയ്യണം. 100% ആവുന്നുണ്ടെങ്കിൽ അതിന്റെ കളർ എന്താ വേണ്ടത്? ഗ്രീൻ കളർ. ഇനി അടുത്ത റൂൾ എന്താണ്? സെയിം ടോട്ടൽ സെയിൽസ് എപ്പോഴാണ് 0% കൺസെപ്റ്റോട്ട് പോകുന്നത് ആ സമയത്ത് ഏത് കളർ വേണം? റെഡ് കളർ വരണം. അതവിടെ ചൂസ് ചെയ്തു. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഡാക്സ് എഴുതിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ അത് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ എഴുതി എടുക്കേണ്ടി വരും. അതിനേക്കാളും സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഈ കൺസെപ്റ്റ് അവിടെ ഔട്ട്പുട്ട് കിട്ടും. ഞാൻ എന്ത് ചെയ്തു? ഓക്കെ പാസ് ചെയ്ത് കണ്ടു. 2018 സെലക്ട് ചെയ്യുമ്പോൾ അത് മാറി മാറി വരുന്ന കാണാൻ പറ്റും. ഓരോ കൗണ്ട് സെലക്ട് ചെയ്യുമ്പോഴും ഔട്ട്പുട്ട് മാറി മാറി വരുന്ന കാണാം. സർ, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുത്തൊന്ന് കാണിച്ചു തരൂ. ഡാക്സ് ചെയ്തോണെങ്കിൽ സെപ്പറേറ്റ് രണ്ടെണ്ണം കണ്ടുപിടിക്കണം. ആ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അത് ഈക്വൽ ആണോ എങ്കിൽ ഒരു കളർ, മറ്റേത് ഈക്വൽ ആണെങ്കിൽ അടുത്തൊരു കളർ എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യം. വാല്യൂസിനനുസരിച്ച് ആ മന്ത് മാർക്ക് കളക്ട് ചെയ്യും. അതായത് സെയിം കോഴ്സ് തന്നെ ഓൾവേസ് ഇട്ട് സെയിം കൺസെപ്റ്റ്. അതായത് നീ
ഈ ഒരു എക്സ്പ്രഷൻ ഇതില്ലാതെ കൊടുക്കുന്നുണ്ടാവും ഈ എഴുതിയ എക്സ്പ്രഷൻ ഉണ്ട്. ഇത് ഇതിനകത്ത് ഇത് മാക്സിമം കിട്ടും. മിനിമം കിട്ടും. പക്ഷെ ഇത് വിഷ്ണു നോക്കുമ്പോൾ ഓരോ മന്തിലും മിനിമം പിന്നെ പുതുകാലം മിനിമം ഉണ്ടാവും. എല്ലാത്തിനെയും കമ്പയറിസേഷനിൽ മിനിമം കിട്ടും. ഓൾറെഡി ഇവയല്ല ഡേറ്റ് ടൈമിൽ നിന്ന് കിട്ടുന്നതായിരുന്നു. ഇതാണ് ഇന്ന് വീണ്ടും മന്ദിര കൺട്രോൾ ചെയ്യും. ഡേറ്റ് ടൈംസ് ഓരോ ഡേറ്റ് ടൈമിൽ കൊടുത്തിട്ട് അതിന് രണ്ടെണ്ണം ഇന്ത്യയിൽ ഒന്നെഴുതണം, ടാക്സിൽ ഒന്നെഴുതണം, എല്ലാ സെക്ഷനും സെക്ഷൻ എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ചെക്ക് ചെയ്യണം. ഡാക്സ് വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഡാക്സിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. കൺസെപ്റ്റ് ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാവുന്നേ ഉള്ളൂ. പക്ഷെ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ റൂൾസിനെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാവുന്നേ. ഓൺലൈൻ ക്ലിയർ ആയോ? Yes, sir. Clear ആയിരിക്കും. ഓക്കെ. എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്തു ഓൺലൈൻ? യെസ്. ഓഫ്ലൈൻ ഇംപ്ലിമെന്റ് ചെയ്ത് എല്ലാവരും? റൂൾസിന്റെ കൺസെപ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇതൊരു റൂൾസ് ക്ലാസ്സിൽ എടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫായിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ റൂൾസ് ഒക്കെ. ഇനി നമ്മൾ ഈ ഒരു കോളം ചാർട്ട്, ലൈൻ ചാർട്ട് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിന്റെ അകത്ത് വേണം നമുക്ക് എന്ത് ചെയ്യാം, ലൈൻസിനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ലൈൻസിനെ പ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ക്ലയന്റ് പറയാണ് എനിക്കിവിടെ ഒരു ടാർഗറ്റ് ലൈൻ സെറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം, ടാർഗറ്റിന്റെ മുകളിലാണോ താഴെയാണോ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് കോളം ചാർട്ട് ആയാലും ലൈൻ ചാർട്ട് ആയാലും അതിന്റെ അകത്ത് വേണം എന്ത് ചെയ്യാം, എക്സ്ട്രാ ലൈൻസ് നമുക്ക് അവിടെ വരച്ചു കൊടുക്കാൻ പറ്റും. പൈ ചാർട്ടിനും ടേബിൾ വിഷനിലൊന്നും അത് പോസിബിൾ അല്ല. എവിടെ മാത്രമേ പറ്റൂ, കോളം ചാർട്ട്, ബാർ ചാർട്ട്, ലൈൻ ചാർട്ടിലൊക്കെ മാത്രമേ എക്സ്ട്രാ ലൈൻസ് വരക്കാൻ പറ്റൂ. അതിന് ആ വിഷ്വൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് പെയിന്റെ താഴത്തോട്ട് വരുമ്പോൾ അവിടെ കാണാൻ പറ്റും റഫറൻസ് ലൈൻസ്. അതൊക്കെ കണ്ടോ, അപ്ലൈ സെറ്റിംഗ്സ് ടു എന്ന് പറഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. ആഡ് ലൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ വരും ഏതൊക്കെ ടൈപ്പ് ആണ്. വൈ ആക്സിൽ വരക്കണോ, അല്ല മിനിമം ലൈൻ വേണോ, മാക്സിമം ലൈൻ വേണോ, ആവറേജ് ലൈൻ, മീഡിയം ലൈൻ, പേഴ്സൺ ലൈൻ. വൈ ആക്സിസ് കോൺസ്റ്റന്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വാല്യൂ സെറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, എനിക്ക് അവിടെ ഒരു ലൈൻ വരക്കാം. ഇപ്പൊ ഞാനിവിടെ ഇവിടെ വരുന്ന റേഞ്ച് ചെയ്താൽ ഈ സ്ലൈസർ ഒക്കെ ആക്റ്റീവ് ചെയ്യുന്നതാണ്. ഇയർ മാത്രമാണെങ്കിൽ നമുക്ക് നോക്കാം. എനിക്ക് 9 ലാഖിൽ അവിടെ ഒരു ലൈൻ വരക്കണം. ഇപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഞാൻ 9 ലാഖ് പാസ് ചെയ്യും. ഓക്കെ, കണ്ടോ. അപ്പൊ 9 ലക്ഷത്തിന് ഇക്വലന്റ് ആയിട്ട് അവിടെ ഒരു ലൈൻ വന്നു. അപ്പൊ അതിന് മുകളിൽ ആരൊക്കെ പോയിട്ടുണ്ട്, അതിന് താഴെ ആരൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇപ്പൊ ലൈനിന്റെ കളറും കോളത്തിന്റെ കളറും സെയിം ആയതുകൊണ്ടാണ് ഞാൻ ലൈനിന്റെ കളർ ഒരു ബ്ലാക്ക് പാസ് ചെയ്തുകൊണ്ടോ. ലൈൻ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ സ്കെയിൽ വെച്ചിട്ട് അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കണ്ടുപിടിക്കുന്നില്ലേ, അതേ കൺസെപ്റ്റ് തന്നെ. അതിനാണ് ലൈൻ പ്ലോട്ട് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുക. ഇപ്പൊ എന്ത് ചെയ്തു, വൈ ആക്സിസ് കോൺസ്റ്റന്റ് ലൈൻ വരച്ചു. ഇനി ഇതുപോലെ എനിക്ക് എന്ത് ചെയ്യണം, ഏറ്റവും മാക്സിമം എവിടെ വരുന്നോ അതിനൊരു ലൈൻ പ്ലോട്ട് ചെയ്യണം. ഇപ്പൊ എന്ത് ചൂസ് ചെയ്യാം, മാക്സ് ലൈൻ. ഇപ്പൊ കണ്ടോ, അവിടെ മാക്സിമം ലൈൻ മാറും. അത് ഓരോ കണ്ടീഷൻ മാറുന്നതനുസരിച്ചും മാക്സിമം ലൈൻ മാറി മാറി വരുന്ന കാണാൻ പറ്റും കേട്ടോ. ഏറ്റവും മാക്സിമം വാല്യൂവിനെ ബേസ് ചെയ്ത് ലൈൻ വരും. അതുപോലെ വരാനാണ് അടുത്ത ആര് യൂസ് ചെയ്യുക, മിനിമം ലൈൻ ഉണ്ട് കേട്ടോ. ഏറ്റവും മിനിമം വാല്യൂവിനെ ബേസ് ചെയ്ത് ഒരു ലൈൻ പ്ലോട്ട് ആവും. പിന്നെ ആവറേജ് ലൈൻ അവിടെ ഉണ്ട്. അതായത് ഓവറോൾ ആവറേജ് നോക്കിയിട്ട് ആരൊക്കെ ആവറേജിന് എബോവ് പോയിട്ടുണ്ട് കണ്ടോ. നമ്മളായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ലൈൻ ഒന്നും വരക്കേണ്ട ആവശ്യമില്ല. അത് കാര്യം തന്നെ ചെയ്തോളും, മെഷീൻ തന്നെ അവിടെ കാൽക്കുലേറ്റ് ചെയ്തോളും. പിന്നെ മീഡിയൻ ലൈൻ ഉണ്ട്, പേഴ്സൻറ്റേജ് ലൈൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ എക്സ്ട്രാ അനലറ്റിക് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന കാര്യമാണ് ലൈൻ ചാർട്ടിലും കോളം ചാർട്ടിലും ഒക്കെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ.
അത് ആവറേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുമ്പോൾ മൊത്തത്തില് ഓരോ മന്തിലെയും ടോട്ടൽ മന്തിലെ വാല്യൂസ് നോക്കിയിട്ട് അതിനൊരു ആവറേജ് വെച്ച് വരച്ചു. പിന്നെ അതിന് നമുക്ക് അവിടെ ഷെയ്ഡും ചെയ്യാൻ പറ്റും. താഴെ ഷെയ്ഡ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അത് ഓൺ ചെയ്യുക. അപ്പൊ നമുക്ക് എവിടെയാണ് ഫോക്കസ് ഉണ്ടത്, ആവറേജിന് താഴെ വന്ന ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യാം, അതവിടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. മീൻസ് ബിഫോർ. ആഫ്റ്റർ കണ്ടീഷൻ മീൻസ് അതിന്റെ മുകളിലോട്ട് ഉണ്ടോ, ആ ഒരു ഏരിയനെ ഫോക്കസ് ചെയ്യാനും നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തിരുന്ന ഹാൻഡ് റൈസ് ചെയ്ത്, ഇത്രയും കൺസെപ്റ്റും കാര്യങ്ങളും മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. മിൻമാക്സ് ഹൈലൈറ്റിങ്ങും ലൈൻ പ്ലോട്ട് ചെയ്യുന്ന കൺസെപ്റ്റും മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം. സാർ ആ ലൈനിന്റെ ആ സെറ്റിങ്സ് അത് എവിടെ നിന്നായിരുന്നു കാണിക്കാമോ സാർ? ആ ഒരു വിഷ്വലിന്റെ ഫോർമാറ്റ് പെയിനില് താഴത്തോട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും റെഫറൻസ് ലൈൻ. അതിൽ ആഡ് ലൈൻ പാസ് ചെയ്യുക, എന്നിട്ട് ഏത് രീതിയിലാണ് ലൈൻ വേണ്ടത് ചോദിക്കും, അത് ചൂസ് ചെയ്താൽ മതി. അവൈലബിൾ അല്ല റെഫറൻസ് ലൈൻ. ആ സാർ ഇപ്പോ നമ്മൾ നേരത്തെ ഗ്രീൻ ആൻഡ് റെഡ് അങ്ങനെ ആക്കിയില്ലേ, അതിന് പകരം ഇപ്പോ എല്ലാ ഫിൽട്ടർ അപ്ലൈ ചെയ്യണമെങ്കിലും മാക്സിമം ഗ്രീനും ലോവസ്റ്റ് റെഡും ആൻഡ് അതിന്റെ ഇടയിലുള്ളത് ഒരു ഗ്രേഡിയന്റ് പോലെ ആക്കി പോകണം എന്നുള്ള കൺസെപ്റ്റ് ആണെങ്കിൽ ആ റൂൾസ് വെച്ച് ചെയ്യാൻ പറ്റുമോ? അതിന് റൂൾസ് വേണമല്ലോ, അതിന് ഗ്രേഡിയന്റ് തന്നെ ഓപ്ഷൻ ഉണ്ടല്ലോ. ആ, അല്ല അപ്പൊ എല്ലാ ഫിൽട്ടർ അപ്ലൈ ചെയ്യുമ്പോൾ എന്നുള്ള കണ്ടീഷൻ വന്നാലും അത് മാറും. ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും അത് എല്ലാ കണ്ടീഷനും ബാധകമായിരിക്കും. റൂൾസ് മാറ്റി ഗ്രേഡിയന്റ് ചൂസ് ചെയ്തു, മാക്സിമത്തിന് നേരം പറഞ്ഞ ആ ആ ഗ്രീൻ അങ്ങനെ കൊടുത്താലും അത് വർക്ക് ആവുക ചെയ്യും. ഉം. ലോവസ്റ്റിന് റെഡും. ഓക്കെ, ഏത് കണ്ടീഷൻ ചൂസ് ചെയ്താലും ആ ഗ്രേഡിയന്റ് അവിടെ വരും, കണ്ടോ? ആ ഓക്കെ. അത് നമ്മൾ കണ്ടീഷനെ പറഞ്ഞു കൊടുത്തിട്ടല്ലോ, അത് എപ്പോഴെങ്ങനെയെന്നുള്ളത് എന്ത് ചെയ്യും, അത് മെഷീൻ അതിനനുസരിച്ചിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്യിച്ചോളും. ഇപ്പൊ ഞാനിവിടെ സെപ്റ്റംബർ മാസത്തിനൊക്കെ ഒരു കളർന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും എന്ത് ചെയ്യില്ല, ഏത് കണ്ടീഷൻ കൊടുത്താലും സെപ്റ്റംബറിന് ആ ഒരു കളറായിരിക്കും. അതിന് പകരം ഞാൻ എന്ത് ചെയ്തു, എപ്പോഴാണ് ടോട്ടൽ സെയിൽസിന് മാക്സിമം വരുന്നത്, എപ്പോഴാണ് ടോട്ടൽ സെയിൽസിന് മിനിമം വരുന്നത് എന്നുള്ള കൺസെപ്റ്റ് മാത്രം എടുത്തു. അപ്പൊ അത് നോക്കിയിട്ട് ഏത് മാസത്തിലാണ് വരുന്നത് അതിനനുസരിച്ച് കളർ അപ്ഡേറ്റ് ചെയ്തോളും. ഓൺലൈൻ ബാക്കിയുള്ള വെച്ചാൽ അനന്തു, ജോഷിൻ, നിക്കോൾ, രുക്മിണി ചെയ്യുന്നുണ്ടോ? ആ ചെയ്തു സർ. Okay. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, MySQL നിന്ന് ഡാറ്റ എങ്ങനെ പവർ ബിലോട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതിന് ഓൺലൈൻ ആരുടെയെങ്കിലും സ്ക്രീൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുമോ? എന്റെ സിസ്റ്റത്തിൽ ഓൾറെഡി അത് ചെയ്തു വെച്ചത് കൊണ്ട് എനിക്ക് ആ സെറ്റിങ്സ് വീണ്ടും കാണിക്കാൻ പറ്റില്ല. ആരുടെയെങ്കിലും സിസ്റ്റത്തിന്റെ സ്ക്രീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുമോ ഓൺലൈൻ? ആ യെസ്. ഓക്കെ, നമ്മൾ ഇതുവരെ ഏതൊക്കെ ഡാറ്റാ സോഴ്സിന് പവർ ബിയിലൂടെ ഡാറ്റ കണക്ട് ചെയ്തിട്ടുണ്ട്? എക്സലും CSV. അടുത്ത് ചെയ്യാൻ പോകുന്നത്
നിങ്ങൾ നോർമലി പഠിച്ച MySQL ഡാറ്റാബേസിന് ഡാറ്റ കണക്ട് ചെയ്യാൻ പോകാം. എങ്ങനെയാണ് ഡാറ്റ കണക്ട് ചെയ്യാം? നേരെ ഗെറ്റ് ഡാറ്റ, അതിനെന്ത് ഗെറ്റ് ഡാറ്റയിലോട്ട് വരും എല്ലാവരും. ഗെറ്റ് ഡാറ്റ, അതിനെന്ത് ചെയ്യുക, മോർ ചൂസ് ചെയ്യുക. മോർ ഡയറക്റ്റ് MySQL കാണാൻ പറ്റില്ല. ആ മോറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? അതിൽ താഴത്തോട്ട് വരുമ്പോൾ അവിടെ താഴെ എന്ത് കാണാം? MySQL ഡാറ്റാബേസ്. അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് പാസ് ചെയ്യാം? കണക്ട്. ഓക്കെ, അപ്പൊ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അത് ഓക്കെ കൊടുക്കരുത്, അവിടെ വെച്ചോളൂ. എല്ലാവർക്കും ഈ ഒരു ഇത് ഓപ്പൺ ആയിട്ട് വന്നോ? എല്ലാവർക്കും ഇത്ര വരെ എത്തിയോ? എന്താ ചോദിക്കുന്നത്? ദിസ് കണക്ടർ റിക്വയർ 1 or more additional components to be installed before it can be used. അപ്പോൾ MySQL പവർ ബി ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു കണക്ടർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യുക? അവിടെ ലേൺ മോർ എന്ന് പറഞ്ഞ ആ ഒരു ലിങ്ക് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യാം. അപ്പൊ ആ ഒരു കണക്ടർ ഡൗൺലോഡ് ചെയ്യേണ്ടത് സ്റ്റെപ്സ് കാണിച്ചു തരും. അപ്പൊ അവിടെ എന്ത് കാണാം? ആ ഒരു കണക്ടർ കാണാൻ പറ്റും, ഒരു 1.6 MB. അത് ജസ്റ്റ് അവിടെ എന്ത് ചെയ്യാം? അങ്ങ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. അവിടെ താഴെ നോ താങ്ക്സ് ജസ്റ്റ് സ്റ്റാർട്ട് മൈ ഡൗൺലോഡ് എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. ആ ഒരു ലോഗിനോ സൈനപ്പോ ചെയ്യരുത്. ജസ്റ്റ് നോ താങ്ക്സ് ജസ്റ്റ് സ്റ്റാർട്ട് മൈ ഡൗൺലോഡ്. വളരെ പെട്ടെന്ന് ഡൗൺലോഡ് ആവും. ജസ്റ്റ് 1.6 MB ഉള്ളൂ. അതിനുശേഷം ഡൗൺലോഡ് ചെയ്ത് കണക്ടർ എന്ത് ചെയ്യാം? അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യാം. എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങിയോ? വളരെ പെട്ടെന്ന് ഇൻസ്റ്റാൾ ആവും കേട്ടോ. പെട്ടെന്ന് ഡൗൺലോഡ് ആവുകയും ചെയ്യും, പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ആ പവർ ബി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാം. അത് ആ ഒരു കണക്ടർ ഡൗൺലോഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പവർ ബി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക. എല്ലാവരും ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞോ? അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുക? സെയിം ഗെറ്റ് ഡാറ്റയിൽ പോയിട്ട് MySQL ഡാറ്റാബേസ് ഒന്നുകൂടി ചൂസ് ചെയ്യാം. കണക്ട്. ഇത്രയും സ്റ്റെപ്പ് വരെ എത്തിയവര് ഓൺലൈൻ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്, അത് ഈ ഒരു വിൻഡോയിലോട്ട് എത്തിയവർ മാത്രം ഓൺലൈൻ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. റെയിമൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. റെയിമയുടെ സിസ്റ്റത്തില് iOS-ലായിരിക്കില്ലേ വർക്ക് ബെഞ്ച് ഉണ്ടാവോ? വിൻഡോസിലല്ലോ. അല്ല അല്ല iOS-ൽ തന്നെ. ഓക്കെ, അപ്പൊ അത് കണക്ട് ആവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതെ രണ്ട് OS-ന്റെ അകത്തല്ലേ ഉള്ളത്. അതെ ഓക്കെ ഓക്കെ. ഇത് ഇതുവരെ വർക്ക് ആവും. അതിനുശേഷം ഡാറ്റാബേസിന്റെ പേരൊക്കെ കൊടുക്കുമ്പോൾ അത് കണക്ട് ആവും ഇല്ലെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.
ഓക്കെ സർ. ഓഫ്ലൈനിൽ ഇതുവരെ എത്തിയോ? എന്താ ഇൻസ്റ്റാളിംഗ് ആണ്? ഓൺലൈനിൽ ബാക്കിയുള്ള രണ്ടുപേര് ചെയ്യുന്നുണ്ട്, നന്ദഗോപാലൻ, നിക്കോൾ. Yes, sir. ചെയ്യണ്ട sir. Slow ആണ്. ഓക്കെ ഓക്കെ. ഓഫ്ലൈൻ എന്തായി, റെഡി ആയോ? ഇവിടെ എന്ത് പാസ് ചെയ്യേണ്ടി വരും? ആ ഒരു MySQLന്റെ സെർവർ ID പാസ് ചെയ്യേണ്ടി വരും. എന്തായിരിക്കും MySQLന്റെ സെർവർ ID? എന്ന് പറയും. Root ആണോ sir? റൂട്ട് അല്ല, റൂട്ട് യൂസറിന്റെ പേരാ. അതിന്റെ താഴെ കണ്ടോ സെർവർ ID? എന്താ കാണിക്കുന്നത്? ലോക്കൽ ലോക്കൽ ഹോസ്റ്റ് ഹോസ്റ്റ് 3306. ആ 3306 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ റൂട്ട് എന്താണ്? പോർട്ട് നമ്പർ പോർട്ട് അല്ലേ? നമ്പർ. അത് പോർട്ട് നമ്പർ 3306. ലോക്കൽ ഹോസ്റ്റ് ആണ് നിങ്ങളുടെ സെർവർ ID. ഇപ്പൊ എന്ത് ചെയ്യണം? അത് ഇവിടെ പാസ് ചെയ്യണം. ഇവിടെ ഒരിക്കലും ലോക്കൽ ഹോസ്റ്റിന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ID ഉണ്ട്, അതാണ് പാസ് ചെയ്യുക. ID ആണ് 127.0.0.1 127.0.0.1. പിന്നെ അത് 0.0.1. യെസ്. അതിനുശേഷം അതിന്റെ കൂടെ എന്ത് ചെയ്യുക? ആ പോർട്ട് നമ്പർ കൂടെ ആഡ് ചെയ്യുക. :3306. ഓക്കെ. ഇതായിരിക്കും നിങ്ങളുടെ സെർവർ ID. മീൻസ് നിങ്ങൾ എല്ലാവരും MySQL എന്താണ്, ലോക്കൽ ഡാറ്റാബേസ് ആണ്, ലോക്കൽ ഹോസ്റ്റിലാണ് റൺ ആവുന്നത്. അതുകൊണ്ട് അതായിരിക്കും നിങ്ങളുടെ സെർവർ ID. ഓക്കെ. ഇനി അതിനുശേഷം അടുത്ത ചോദിക്കുന്നതാണ് ഡാറ്റാബേസ്. ഡാറ്റാബേസ് മീൻസ് നിങ്ങൾ ഓരോ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ ഓരോ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏത് ഡാറ്റാബേസ് ആണോ ടേബിൾ എടുക്കേണ്ടത് ആ ഡാറ്റാബേസിന്റെ പേര് പാസ് ചെയ്യും. അത് ഓരോ ആൾക്കാരുടെയും ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങളുടെ വർക്ക് ബെഞ്ചിൽ അവൈലബിൾ ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡാറ്റാബേസിന്റെ പേര് അവിടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. കറക്റ്റ് സ്പെല്ലിങ്ങിൽ തന്നെ എന്ത് ചെയ്യുക, അത് അവിടെ എൻ്റർ ചെയ്യുക കേട്ടോ. എല്ലാവരും ഡാറ്റാബേസിന്റെ പേര് എൻ്റർ ചെയ്തോ? ഡാറ്റാബേസിന്റെ പേര് എൻ്റർ ചെയ്തതിനു ശേഷം ജസ്റ്റ് അവിടെ ഓക്കെ പാസ് ചെയ്യാം. ഓക്കെ. എല്ലാവരും ഈ ഒരു വിൻഡോയിലോട്ട് എത്തി. സെർവർ IDയും ഡാറ്റാബേസിന്റെ പേരും കൊടുത്ത് എല്ലാവരും ഈ ഒരു വിൻഡോയിലോട്ട് എത്തിയോ? Yes, sir. എല്ലാവരും ഈ ഒരു വിൻഡോയിലോട്ട് എത്തിയോ? ഓഫ്ലൈൻ, ഓൺലൈൻ. ഓഫ്ലൈൻ 4 പേര് എത്തിയോ?
സത്യം. ഏതാ? ഓക്കെ. ഓൺലൈൻ എല്ലാവരും ഈ ഒരു വിൻഡോയിലോട്ട് എത്തിയോ? Yes, sir. ഓക്കെ. അപ്പൊ അവിടെ വിൻഡോസ് ഡാറ്റാബേസ് കാണാൻ പറ്റും. അതെന്ത് ചെയ്യാം? ഡാറ്റാബേസ് സെലക്ട് ചെയ്യുക. ഡാറ്റാബേസ്. അപ്പൊ അവിടെ നിങ്ങൾ SQLന്റെ MySQLന്റെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അവിടെ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക. യൂസർ നെയിം ഒട്ടുമിക്ക പേരുടെയും റൂട്ട് തന്നെയായിരിക്കും. പാസ്വേഡ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നവരെ കേട്ടോ. ഇവിടെയാണ് പാസ്വേഡ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. എല്ലാവരുടെയും പാസ്വേഡ് എന്താ? പാസ്വേഡ് @123 ആണോ? അല്ലേ? ഏതാ? കറക്റ്റ് കൊടുക്കണം. കറക്റ്റ് കൊടുത്തതിന് ശേഷം അവിടെ താഴെ കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കണക്ട് ആവും. എല്ലാവരും സെയിം പാസ്വേഡ് അല്ലേ യൂസ് ചെയ്തേ? ഓ, ഡിഫറെന്റ് ആണോ? ബാക്കിയുള്ള ബാച്ചിലെ സ്റ്റുഡൻസും എല്ലാവരും സെയിം പാസ്വേഡ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് അത്ര വലിയ ഇഷ്യൂ ഉണ്ടാവാറ്. അതിനുശേഷം എന്ത് ചെയ്യാം? ആ ഒരു ഡാറ്റാബേസോടെ ഡയറക്ട്ലി കണക്ട് ആവും. അതിൽ ഏത് ടേബിൾ ആണ് വേണ്ടത് ചോദിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടേബിൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ലോഡ് പാസ് ചെയ്താൽ മതി. ഓൺലൈൻ ലോഡ് ചെയ്തവർക്കൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് MySQL നിന്നും ഏതെങ്കിലും ഒരു ടേബിൾ പവർ ബിയിലോട്ട് പ്രോപ്പറായിട്ട് ലോഡ് ചെയ്ത് മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് ഇനി പവർ ബിയിൽ പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡാറ്റ നേരെ ഫസ്റ്റ് MySQLോട്ട് എക്സ്പോർട്ട് ചെയ്യുക, സോറി ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യുക? ഡാറ്റ നേരെ പവർ ബിയിലോട്ട് കണക്ട് ചെയ്യുക. എന്തായി? MySQL ട്രാൻസ്ഫോർമേഷൻസും കാര്യങ്ങളും ചെയ്ത് അവിടുന്ന് എന്ത് ചെയ്യാം? പവർ ബിയിൽ വന്നിട്ട് ഇവിടെ അനാലിസും കാര്യങ്ങളും നിങ്ങൾക്ക് ഈസിലി ഇംപ്ലിമെന്റ് ചെയ്യാം. ഒരൊറ്റ പ്രൊജക്റ്റിൽ രണ്ട് കാര്യങ്ങളായി. MySQL ആയി, പവർ ബി ആയി. അതുപോലെ പൈത്തന്റെ പ്രൊജക്ട് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്യാം. ഫ്രണ്ട് എൻഡ് പൈത്തണും ബാക്ക് എൻഡ് കൺട്രോൾ ചെയ്യാൻ MySQL വെച്ചിട്ടും ചെയ്യും. ഓക്കെ. അപ്പൊ ഓരോ ടേബിളും ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കണക്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കണോ? വേണ്ട വേണ്ട പാസ്വേഡ് വേണ്ട വേണ്ട വേണ്ട. ഇപ്പൊ ഒരു തവണ കണക്ട് ആയല്ലോ, ഇനി ആ ഒരു ഡാറ്റാബേസിലോട്ട് അത് ഡയറക്റ്റ് കണക്ട് ആയി. ഇനി പാസ്വേഡും കാര്യങ്ങളും ചോദിക്കില്ല. ഒന്നുകൂടെ നമ്മൾ ചെയ്ത് നോക്കിക്കോ. കണക്ട് കൊടുത്തിട്ട് ആ യൂസർ ഐഡിയും ഇനി ഡാറ്റാബേസിന്റെ പേര് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് അത് കണക്ട് ആയി പോകുന്ന കാണാൻ പറ്റും. അല്ലെ? അപ്പൊ ഇവിടെ വേറെ ഡേറ്റാബേസ് വേണമെന്നുണ്ടെങ്കിൽ വേറെ നെയിം കൊടുക്കണം അല്ലെ? ആ, അവരെ പേര് കൊടുക്കണം. ആ ഒരു ടേബിള് ഏത് ഡാറ്റാബേസിന്റെ അകത്താണോ അത് പാസ് ചെയ്യും. ഇപ്പൊ കണ്ടു, ഇപ്പം ഡയറക്റ്റ്ലി കണക്ട് ആവാൻ തുടങ്ങി. ഫസ്റ്റ് ടൈം മാത്രമേ യൂസർ നെയിമും പാസ്വേഡ് ഒക്കെ ചോദിക്കൂ. ആ, സെർവറും കാര്യങ്ങളും പാസ് ചെയ്യണം. അതിനുശേഷം യൂസർ നെയിമും പാസ്വേഡിന്റെ ആവശ്യമില്ലെന്നാ പറഞ്ഞു. അത് എപ്പോഴും പിന്നെ നമ്മൾ മാനുവലി കൊടുക്കും. പറഞ്ഞോളൂ. അല്ല, ഓരോ ഡോക്യുമെന്റിലും നമ്മളിപ്പോ നെക്സ്റ്റ് ഇപ്പൊ ഞാൻ വേറെ ഡോക്യുമെന്റ് വരികയാണെങ്കിൽ അവിടെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും കണക്ട് ചെയ്യണ്ടേ? വേറെ പവർ ബി ഐ പേജിൽ വരികയാണെങ്കിൽ ആ, അത് വീണ്ടും കണക്ട് ചെയ്യേണ്ടത്. എങ്ങനെ? യൂസർ നെയിമും പാസ്വേഡും വേണോ? ഇപ്പൊ നമുക്കിപ്പോ വേറെ ഗ്ലോബൽ സേൽസ് ചെയ്ത വേറൊരു റിപ്പോർട്ടിന്റെ വേണ്ട ഒരു വേണ്ട വേണ്ട ഇതാണെന്നുണ്ടെങ്കിൽ വേണ്ട വീണ്ടും വേണ്ട. ഇല്ല 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 പേജ് ഇല്ല, വേറെ റിപ്പോർട്ട് തന്നെ. ഇല്ല ഇല്ല. വേണ്ട വേണ്ട. ഒരു തവണ ഇതിലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടാൽ പിന്നെ അത് എപ്പോഴും കണക്ട് ആയിക്കോളും. പിന്നെ നമ്മളവിടെ പാസ്വേഡും കാര്യങ്ങളും വല്ലതും ചേഞ്ച് ചെയ്താൽ മാത്രമേ അത് ഇവിടെ എഫക്റ്റ് ആവും. ഇപ്പൊ പുതിയ റിപ്പോർട്ട് ഓപ്പൺ ചെയ്താലും അത് കണക്ട് ആവണം. ട്രൈ ചെയ്ത് നോക്കി.
ഉം? വീണ്ടും ചോദിക്കുന്നുണ്ടോ? ആ സർ പാസ്വേഡ് ക്രിഡൻഷ്യൽസ് ചോദിക്കുന്നുണ്ട് വേറെ റിപ്പോർട്ടിൽ വരുമ്പോ. വേറെ ഡാറ്റാബേസ് ആണ് ആയോണ്ടായിരിക്കും. ഇല്ലല്ലോ, എന്നോടൊന്നും ഇതുവരെ ചോദിച്ചില്ലല്ലോ. ഞാൻ ഓരോ ക്ലാസ്സിൽ ഓരോന്നാണ് കണക്ട് ചെയ്യാറ്. അതായത് ഞാൻ ആദ്യം ഡാറ്റാബേസ് കണക്ട് ചെയ്തു ഒരു ടേബിളിലോട്ട്, ഉം. എന്നിട്ട് എനിക്കിപ്പോ വേറെ ടേബിൾ വേറെ ഡാറ്റാബേസിലാണ്, അതുകൊണ്ടായിരിക്കും. അല്ലല്ലോ, ഒരു സെക്കൻഡ് ഒന്ന് ട്രൈ ചെയ്തോ, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്. അല്ല സർ എനിക്ക് തോന്നുന്നു ആള് 3306 കൊടുത്തിണ്ടായില്ലാന്ന് ഇപ്പൊ എന്നോട് ചോദിച്ചില്ലായിരുന്നു. ഡയറക്റ്റ് DBന്റെ ഉള്ളിലേക്ക് തന്നെ വന്നു. ഓക്കെ, അത് എന്താണ് ID കറക്റ്റ് കൊടുക്കാത്തതുകൊണ്ട്? ആ അല്ല ഞാൻ ആദ്യം കൊടുത്തപ്പോ 127.0.0.1 വരെ കൊടുത്തിട്ടുണ്ടായല്ലോ. കോളൻ ആ പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോർട്ട് നമ്പറോ? ഓക്കെ, DBയിലേക്ക് പോർട്ട് തന്നെ നമ്പർ വരും. കൊടുത്താലേ ഡയറക്റ്റ് കണക്ട് ആവും. ആ 127. ID മാറിയാൽ വീണ്ടും ഇതാവും. ID മാറിയാൽ വേറെ ഇതായല്ലോ. അപ്പൊ വീണ്ടും പാസ്വേഡ് ചോദിക്കും. ഒരു തവണ കണക്ട് ചെയ്താൽ പിന്നെ ചോദിക്കില്ല. ഓക്കെ, ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ലേ? കിട്ടിയില്ലേ? സെർവർ ID മാറിയാൽ പിന്നെ എന്തായി, പുതിയ കണക്ഷൻ ആയല്ലോ. അപ്പൊ അവർ ഉറപ്പായിട്ടും പാസ്വേഡ് ചോദിക്കും. പക്ഷെ നിങ്ങൾ ഒരു തവണ കണക്ട് ചെയ്താൽ എപ്പോഴും കിട്ടുമെന്നില്ല കേട്ടോ. നിങ്ങളൊരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ക്ലയന്റ് എന്ത് ചെയ്യും, അവരുടെ ഡാറ്റാബേസിന്റെ ക്രെഡൻഷ്യൽ തരും. ആവശ്യം കഴിഞ്ഞപാട് അവർ അപ്പുറത്ത് അതിന്റെ കൺട്രോൾ അങ്ങ് ഒഴിവാക്കും കേട്ടോ. അവർ അത് മാറ്റി തരും. നമ്മൾ വിചാരിക്കും ഫുൾ ടൈം കണക്റ്റഡ് ആയിരിക്കും പറ്റും വിചാരിക്കും. എല്ലാ ഡാറ്റാബേസ് ആണെങ്കിലും ഒരു തവണ കണക്ട് ചെയ്താൽ പിന്നെ അവിടെ നിന്ന് എപ്പോഴെങ്കിലും ഈസിയിൽ കണക്ഷൻ പോകാൻ പറ്റും. പക്ഷെ അവരെന്ത് ചെയ്യും, അവിടുന്ന് കട്ട് ചെയ്യും. അവരതൊക്കെ ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ തരും. ഇൻ കേസ് ഇപ്പൊ അവർ വലിയൊരു ഡാറ്റാബേസ് ആയിരിക്കും, അതിനകത്ത് ഒരുപാട് ടേബിൾസ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് അതിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള ടേബിളിൽ മാത്രമേ കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു ബാക്കിയൊക്കെ അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ പല രീതിയിലുള്ള സെക്യൂരിറ്റിയും അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ നമുക്കത് കണക്ഷൻ തരൂ. അതായത് ഡെവലപ്പർക്ക് എപ്പോഴും എന്തിനുള്ള പെർമിഷൻ ഉണ്ട്? മുഴുവൻ ഡാറ്റയും കാണാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പോ അവർക്കത് അറിയാം, അവരത് ചെയ്യുന്നില്ല കാര്യം. അതുകൊണ്ട് എന്ത് ചെയ്യും, അവർ മാക്സിമം കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും. നിങ്ങളൊരു ക്ലയന്റ് പ്രൊജക്ട് ചെയ്യുമ്പോൾ ക്ലയന്റ് ഫസ്റ്റ് ടൈം വന്നിട്ട് തന്നെ എന്ത് ചെയ്യണമെന്നില്ല, ഫുൾ ഡാറ്റ കാണിച്ചു തരാൻ പോകണമെന്നില്ല. അവരെന്തായിരിക്കും, ഒരു ഡെമോ ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്, ഒരു ഡെമോ ഡാറ്റ. അതായത് എക്സാക്ട് വാല്യൂ കളഞ്ഞിട്ട് അവർ കുറച്ച് റാൻഡം വാല്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂസ് ഒക്കെ അതിൽ ടൈപ്പ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ടാവുക. നിങ്ങൾ റിപ്പോർട്ടൊക്കെ ചെയ്തത് പെർഫെക്റ്റ് ആയതിനു ശേഷം അവർ തന്നെ അവരുടെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യും, ഒറിജിനൽ ഡാറ്റ അതിലോട്ട് കണക്ട് ചെയ്യും. ഒരിക്കലും എന്നിട്ട് നമുക്ക് ഇവിടെ ചേഞ്ച് വരുമല്ലോ. പിന്നെ എന്താണ്, റീഫ്രഷ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ആയിക്കോളും. അങ്ങനെ ആൾക്കാരും ഉണ്ട്. അതായത് അവരൊരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, അവരുടെ ഒറിജിനൽ ഡാറ്റ നമുക്ക് ഡിസ്പ്ലേ പോലും ചെയ്ത് സമ്മതിക്കില്ല. ഓക്കെ, ഇതുപോലെ സർ ഇപ്പൊ നമ്മൾ ചെയ്തത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ടറി മോഡ് ആ ഒരു ഇതല്ലേ? അല്ല ഇപ്പൊ ചെയ്തത് ഇമ്പോർട്ട് മോഡ് തന്നെ. എന്താണ്, ഡയറക്റ്റ്ലി പവർ ബിയുടെ മെമ്മറി സ്പേസിലോട്ട് വന്നല്ലോ. അപ്പൊ ഇങ്ങനെ സീക്വൽ DBയിലേക്ക് കണക്ട് ചെയ്തിട്ട് ചെയ്യുന്നത് തന്നെയല്ലേ ഡയറക്ടറി മോഡ് എന്ന് ഉദ്ദേശിച്ചല്ലേ? അല്ല, ഡയറക്ടറി മോഡ് പറഞ്ഞാല് പവർ ബിയിലോട്ട് ഡാറ്റ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ കാണിക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് SQL സെർവർ കാണാൻ പറ്റും. SQL സെർവർ എന്ന് പറഞ്ഞാൽ MySQL അല്ല, മൈക്രോസോഫ്റ്റിന്റെ തന്നെ ഒരു SQLന്റെ പ്ലാറ്റ്ഫോം ഉണ്ട്. അത് ഒരു സെർവർ ബേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം ആണ്. അതുകൊണ്ടാണ് അതിന് SQL സെർവർ എന്ന് കോൾ ചെയ്യുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇമ്പോർട്ട് വേണോ, ഡയറക്റ്റ് കൊറി മോഡ് വേണോ. ഡയറക്റ്റ് കൊറി മോഡിൽ ഡാറ്റ ഒരിക്കലും പവർ ബിയിലോട്ട് വരില്ല. ജസ്റ്റ് ഒരു ഓൺലൈൻ കണക്ഷൻ മാത്രമേ ഉണ്ടാവൂ. ഇവിടെയൊക്കെ അതായത് ടേബിൾ വ്യൂവിലൊക്കെ എന്താണ്, ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും ഉണ്ടാവുക. ടേബിൾ ഒന്നും കാണുന്നില്ല. ജസ്റ്റ് എന്ത് കാണാം, ഡാറ്റാ പെയിനിൽ ഇതുപോലെ കോളംസും കാര്യങ്ങളും കാണാൻ പറ്റും. പക്ഷെ കോളത്തിനകത്തുള്ള വാല്യൂസും കാര്യങ്ങളും നമുക്ക് എവിടെ ഉണ്ടാവില്ല, പവർ ബിയിൽ കിട്ടില്ല. ജസ്റ്റ് ഇത്രയും ചേഞ്ച് ചെയ്യണ്ടോ, അത് ഇമ്പോർട്ട് മാറ്റിയിട്ട് ഡയറക്റ്റ് കൊറി ചെയ്താൽ മതി. അതൊരു സെർവർ എന്നൊക്കെയുള്ള ഡാറ്റ എടുക്കുമ്പോൾ മാത്രമേ പറ്റൂ. നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന എല്ലാം എന്താണ്, ലോക്കൽ ഡാറ്റാബേസ് ആണ്. ലോക്കൽ ഡാറ്റാബേസിൽ ആ ഒരു കണക്ഷൻ അവൈലബിൾ അല്ല. ചെയ്യുന്ന സ്റ്റെപ്സ് ഒക്കെ സെയിം തന്നെ. ആ ഒരു സെർവർ ID പാസ് ചെയ്യുക, ഡാറ്റാബേസിന്റെ പേര് പാസ് ചെയ്യുക. ഈവൺ അതിന് ഒറാക്കിൾ ആയാലും സെയിം കൺസെപ്റ്റ് തന്നെ. ഗെറ്റ് ഡാറ്റ മോർ ഒറാക്കിൾ അല്ലെങ്കിൽ പോസ്റ്റ്ഗ്രീസ് SQL ഉണ്ടോ. പോസ്റ്റ്ഗ്രീസ് SQL സെലക്ട് ചെയ്യുമ്പോഴും
ചോദിക്കുന്ന കാര്യങ്ങൾ സെയിം തന്നെ. സെർവർ ഐ ഡി, ഡാറ്റാബേസും ഇമ്പോർട്ട് മോഡിൽ വേണോ ഡയറക്റ്റ് കൊറി മോഡിൽ വേണോ. ഇപ്പോൾ റിയൽ ടൈം ഡാറ്റ ഒക്കെയാണ് ഒരു കമ്പനിക്ക് ആവശ്യമെങ്കിൽ അവർ ഏത് മോഡിൽ മാത്രമേ കണക്ട് ചെയ്യാൻ വിടൂ, ഡയറക്റ്റ് കൊറി മോഡിൽ മാത്രമേ കണക്ട് ചെയ്യാൻ സമ്മതിക്കൂ. അതിപ്പോ നമ്മൾ തന്നെ ആയിരിക്കും ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുമല്ലോ, അപ്പൊ നമുക്ക് ഇവിടെ ഡാറ്റ അവിടുന്ന് കാണാൻ പറ്റും. സെപ്പറേറ്റ് ഡാറ്റാബേസിൽ പോയിട്ട് കാണാൻ പറ്റും. നമ്മൾ അവിടുന്ന് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ കാര്യങ്ങൾ ചെയ്യാം. അത് ട്രാൻസ്ഫോർമേഷൻ മൊത്തം അവിടുന്ന് ആയിരിക്കും ചെയ്യാം, ഡാറ്റാബേസിലായിരിക്കും. പവർ ബിയിൽ ജസ്റ്റ് വിഷ്വലൈസേഷനും അനാലിസിനും വേണ്ടി മാത്രമേ അവിടെ പവർ ബി യൂസ് ചെയ്യൂ. അവിടെ പവർ ബിയിൽ എന്തില്ല, ഒരു കൺസെപ്റ്റും കാര്യങ്ങളില്ല. ഇമ്പോർട്ട് മോഡിലാകുമ്പോഴേ മുഴുവൻ കാര്യങ്ങൾ എവിടെ സംഭവിക്കുന്നുള്ളൂ, പവർ ബിയുടെ അകത്ത് നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിനാണ് പവർ ബിയിൽ എന്തിന്റെ നോളജ് കൂടെ വേണമെന്ന് പറയുന്നത്, SQL നോളജ് കൂടെ വേണമെന്ന് പറയും. അതായത് കമ്പനീസ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി അവർ കൂടുതൽ റിയൽ ടൈം ഡാറ്റയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അവർ ഇമ്പോർട്ട് മോഡിലോട്ട് പോവില്ല. ഫുൾ എന്തായിരിക്കും, ഡയറക്റ്റ് കൊറി മോഡ്. അപ്പോൾ ടേബിളിൽ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫോർമേഷൻസും കാര്യങ്ങളും കൺട്രോൾ ചെയ്യണം. അതിന് എന്താ അറിയണം, ആ ഡാറ്റാബേസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് അറിയണം, പവർ ബിയിൽ അനാലിസിസ് എന്ന ലാംഗ്വേജ് അറിയണം, SQL അറിയണം, ഡാക്സും അറിയണം. ഇനി ഇമ്പോർട്ട് മോഡ് ആണെങ്കിൽ അവിടെ ലാംഗ്വേജിന്റെ ബേസിക് കൺസെപ്റ്റും അറിയേണ്ടി വരും. പവർ ബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി 3 ലാംഗ്വേജ് ഉണ്ട്, ഡാക്സ്, SQL. എന്നിട്ടും ആൾക്കാർ എന്താ പറയുന്നത്, പവർ ബി സിമ്പിൾ ആണെന്ന് പറയും. അതുവരെ എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. സിമ്പിൾ ആണ്, പക്ഷെ ഈ ഒരു 3 ലാംഗ്വേജ് ഉണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല. ഇതിന്റെ പുറകിൽ ഈ 3 കാര്യങ്ങൾ പഠിക്കണമെന്നല്ല. അതിൽ ഇല്ലെങ്കിലും ഡാക്സും SQLും മസ്റ്റ് ആണ്. അതിലും ഡാക്സ് വേണമെങ്കിൽ, ഡാക്സ് യൂസ് ചെയ്യണമെങ്കിൽ DBMSന്റെ കൺസെപ്റ്റ് നല്ല രീതിയിൽ അറിയണം. പ്രൈമറി കീ, ഫോറിൻ കീ, സ്റ്റാർ, സ്നോഫ്ലേക്ക്, നോർമലൈസേഷൻ പോലുള്ള ബേസിക് കൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക് അതവിടെ ചെയ്യാനും പറ്റും. ഓക്കെ, നിങ്ങൾ ഡാറ്റാബേസ് ഡാറ്റ കണക്ട് ചെയ്യുമ്പോൾ അടുത്തൊരു സെറ്റപ്പ് കാണിച്ചു തരാം. ഞാൻ നേരെ എന്ത് ചെയ്തു, MySQL ഡാറ്റാബേസ് സെലക്ട് ചെയ്തു, കണക്ട്. ഞാൻ ഇവിടെ സെർവർ ഐ ഡി പാസ് ചെയ്തു 127.0.0.1 ഫുൾ കോളൻ 3306. ഞാൻ ഇവിടെ ഡാറ്റാബേസിന്റെ പേര് വേൾഡ് എന്ന് പാസ് ചെയ്തു. ഓക്കെ, അപ്പൊ അത് കണക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് ഇത്രയും ടേബിൾസ് ഉണ്ടോ. ചില സമയത്ത് ക്ലയന്റ് പറയും നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ആ ടേബിളിൽ മുഴുവനായിട്ട് എടുക്കണ്ട, അതിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത റോസിനെ മാത്രം എന്ത് ചെയ്താൽ മതി, പവർ ബിയിലോട്ട് എടുത്തിട്ട് അനാലിസ് ചെയ്താൽ മതി. നമ്മൾ മുഴുവനായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ അതിനുണ്ടാവും മില്യൺസ് ഓഫ് റോസ് ഉണ്ടാവും. ആവശ്യമുള്ള ആൾക്കാർ മാത്രം എടുക്കുമ്പോൾ എന്താവും, തൗസൻഡ്സ് ഓഫ് റോ ആയിട്ട് മാറും. നമുക്ക് എന്ത് വേണം, ഡയറക്റ്റ് അവിടെ നിന്ന് ഫിൽട്ടർ ചെയ്ത് ഇങ്ങോട്ട് റോസിനെ കോൾ ചെയ്യാൻ പറ്റണം. അതും പവർ ബിയുടെ അകത്ത് പോസിബിൾ ആണ്. നേരെ ഗെറ്റ് ഡാറ്റ, മോർ, പ്രോസസ് സെയിം തന്നെ, MySQL ഡാറ്റാബേസ്, കണക്ട്. ഇവിടെ എന്ത് ചെയ്യാം, സെർവർ ഐ ഡി പാസ് ചെയ്യാം. അതിനുശേഷം ഏത് ഡാറ്റാബേസിലെ ടേബിൾ ആണ് എടുക്കേണ്ടത് ആ ഡാറ്റാബേസിന്റെ പേര് പാസ് ചെയ്യാം. അതിന്റെ താഴെ എന്ത് കാണാൻ പറ്റും, അഡ്വാൻസ്ഡ് ഓപ്ഷൻ. അപ്പൊ ഇവിടെ താഴെ ചോദിക്കും SQL സ്റ്റേറ്റ്മെന്റ്. അത് ഓപ്ഷനാണ്, ആവശ്യമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇപ്പൊ ടേബിളിൽ നിന്ന് റോസിനെ ഫിൽട്ടർ ചെയ്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഫിൽട്ടർ ചെയ്യുന്ന SQLന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇവിടെ പാസ് ചെയ്യേണ്ടി വരും. നമ്മൾ MySQL ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ MySQL സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഇവിടെ പാസ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് MySQL ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പൊ എന്ത് ചെയ്തു, ആ ഒരു കൺട്രി എന്ന് പറഞ്ഞ ഇതില് ഏതൊക്കെയാണ് ടേബിൾസ് നോക്കാം. ഈ ഒരു കൺട്രി എന്ന് പറഞ്ഞ ടേബിൾ ഞാൻ എടുക്കാൻ പോകുന്നത്. പക്ഷെ ഞാൻ അവിടെ അതിലെല്ലാ റോസും ഞാൻ എടുക്കുന്നില്ല, ആരെ മാത്രമേ എടുക്കുന്നുള്ളൂ, സെൻട്രൽ ആഫ്രിക്കന്റെ ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ എടുക്കാൻ പോകുന്നുള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ ഒരു ഫിൽട്ടർ ചെയ്യുന്ന MySQLന്റെ സ്റ്റേറ്റ്മെന്റ് കോപ്പി ചെയ്യാം. നേരെ എന്ത് ചെയ്യാം, ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യാം. ഇനിയിപ്പം കണക്ട് ചെയ്യുമ്പോൾ ഏത് റോസ് മാത്രമേ നമുക്ക് അവിടെ കിട്ടൂ, ഈ സെൻട്രൽ ആഫ്രിക്കനെ സപ്പോർട്ട് ചെയ്യുന്ന റോസ് മാത്രമേ അവിടെ കിട്ടൂ. ഓക്കെ, കണ്ടോ, വളരെ കുറച്ച് റോസ് മാത്രമേ അവിടെ വരും. ഇവിടെ എന്ത് ചെയ്താൽ മതി, അത് ഡയറക്ട്ലി അങ്ങനെ ലോഡ് ചെയ്താൽ മതി. ക്ലിയർ ആയോ, ഓൺലൈൻ ക്ലിയർ ആയോ, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് Yes, sir. Yes, sir. എല്ലാവരും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി.
ഒന്ന് ഡയറക്റ്റ് മുഴുവൻ ടേബിളിനെ ലോഡ് ചെയ്യാം. സെക്കൻഡ് വൺ നമുക്ക് ആവശ്യമുള്ള റോസിന് മാത്രം ഫിൽട്ടർ ചെയ്തിട്ടും MySQL ഡാറ്റ ലോഡ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞവർ മാത്രം. ഓഫ്ലൈൻ ചെയ്ത് കഴിഞ്ഞ എല്ലാവരും ഓൺലൈൻ ബാക്കിലോട്ട് ചെയ്യുന്നുണ്ടോ? ഓഫ്ലൈൻ കംപ്ലീറ്റ് ആയാലും ഒരു ഓൺലൈൻ ബാക്കിലെ ചെയ്യുന്നത് നന്ദഗോപാൽ, നിക്കോൾ, നിഖിൽ ചെയ്യുന്നുണ്ടോ?
ആ യെസ് സാർ, ഇവിടെ കറണ്ട് ഒന്ന് Yes, sir. പോയിരുന്നു. ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഗൂഗിൾ ഷീറ്റിൽ നിന്നും ഡാറ്റ പവർ ബിയിലോട്ട് കണക്ട് ചെയ്യാം. ഗൂഗിൾ ഷീറ്റിൽ നിന്ന് കണക്ട് ചെയ്യാം, പൈത്തൺ നിന്നും ഡാറ്റ കണക്ട് ചെയ്യാം. ഗൂഗിൾ ഷീറ്റിൽ നിന്ന് എങ്ങനെ കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ഗൂഗിൾ ഷീറ്റിന്റെ URL ചൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതിന്റെ URL ഇവിടെ നിന്ന് കോപ്പി ചെയ്യും. ഓക്കെ, നേരെ എന്ത് ചെയ്യാം, ഗെറ്റ് ഡാറ്റ മോർ, ഇവിടെ മുകളിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഇവിടെ കാണിച്ചിരും ഗൂഗിൾ ഷീറ്റ്സ് സെലക്ട് ചെയ്യുക. കാണാം, ഒരു തേർഡ് പാർട്ടി ആയതുകൊണ്ട് ഇതുപോലെ ഒരു ചോദ്യം ചോദിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, കണ്ടിന്യൂ പാസ് ചെയ്യുക. ഇവിടെ ഒരു URL ചോദിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, URL പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്താൽ ഡയറക്റ്റ് കണക്ട് ആവില്ല. എന്ത് പറയും, സൈൻ ഇൻ ചെയ്യാൻ ചോദിക്കും. എന്തിലൂടെയായിരിക്കും സൈൻ ഇൻ ചെയ്യാൻ ചോദിക്കുന്നത്? ഗൂഗിൾ അക്കൗണ്ട്. അതായത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് ഗൂഗിൾ ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആ ഗൂഗിൾ ഷീറ്റ് ഏത് അക്കൗണ്ട് വെച്ചിട്ടാണ് സൈൻ ചെയ്ത്, ആ അക്കൗണ്ട് നമ്മളിവിടെ സൈൻ ചെയ്ത് കൊടുക്കേണ്ടവരും. തൽക്കാലം ഇപ്പൊ ഇവിടെ സൈനിന് കാര്യങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, അതവിടെ ട്രൈ ചെയ്തു. ഓക്കെ, അത് കൂടാതെ നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, പൈത്തൺ വെച്ചിട്ടും പവർ ബിയിലോട്ട് ഡാറ്റ കണക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഫസ്റ്റ് എന്ത് ഇൻസ്റ്റാൾ ആയിട്ട് ഉണ്ടാവണം, പൈത്തൺ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ പൈത്തൺ ഇൻസ്റ്റാൾ ആയാൽ അതിന്റെ ആ ഡയറക്ടറി ഫസ്റ്റ് എന്ത് ചെയ്യണം, പവർ ബി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവണം. നേരെ ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സിൽ ഓപ്ഷൻസിലോട്ട് വരിക. അപ്പൊ ഇവിടെ പൈത്തൺ സ്ക്രിപ്റ്റിംഗ് എന്ന് കാണാൻ പറ്റും. നിങ്ങൾ ആ ഒരു പൈത്തൺ ഡയറക്ട്ലി പവർ ബി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഡയറക്ടറി കണക്ട് ആയിട്ട് കാണിച്ചു തരും. അപ്പൊ എൻ്റെ അതിൽ കണക്ട് ആവുന്നില്ല, എന്തോ ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് വർക്ക് ആവുന്നില്ല, സിസ്റ്റം മാറിയപ്പോൾ. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഇനി പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയില്ല, എന്ത് ചൂസ് ചെയ്താൽ മതി, ഹൗ ടു ഇൻസ്റ്റാൾ പൈത്തൺ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം സെറ്റിംഗ്സ് കാണിച്ചു തരും. അതായത് പൈത്തന്റെ ഹെൽപ്പോട് കൂടെ എങ്ങനെ ഡാറ്റ ലോഡ് ചെയ്യാം. കണ്ടോ, എന്തൊക്കെയുണ്ട് റിക്വയർമെന്റ്സ്, എന്തൊക്കെയാ വേണ്ടത്? ഇൻസ്റ്റാൾ പൈത്തൺ ഓൺ യുവർ ലോക്കൽ മെഷീൻ, enable Python scripting, install pandas and matplotlib Python libraries, import following Python script into Power BI desktop. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പവർ ബിയിലോട്ട് ഒരു ഡാറ്റ ലോഡ് ചെയ്യാം. ഈ ഒരു സ്ക്രിപ്റ്റ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയില്ല എന്താണ്. ഒരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക. അതിൽ എത്ര കോളംസ് ഉണ്ടാവും? ഫസ്റ്റ് നെയിം, ഏജ്, വെയ്റ്റ്, ജെൻഡർ, സ്റ്റേറ്റ്, ചിൽഡ്രൻ, പെറ്റ്. എത്ര റോസ് ഉണ്ടാവും? 1 2 3 4 5 6 7 റോസ് ഉണ്ടാവും. ഈ ഒരു ഡാറ്റ ഫ്രെയിം നമുക്ക് എന്ത് ചെയ്യാം, പവർ ബിയിലോട്ട് ഒരു ടേബിൾ ആയിട്ട് ലോഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നേരെ പവർ ബിയിലോട്ട് വരിക, നേരെ ഗെറ്റ് ഡാറ്റ, ഇവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക പൈത്തൺ. ഇവിടെ പൈത്തൺ സ്ക്രിപ്റ്റ് കാണാൻ പറ്റും. നേരെ കണക്ട് പാസ് ചെയ്യുക. അപ്പൊ ആ ഒരു കോഡ് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ കണ്ടോ, എന്റെ സിസ്റ്റത്തിൽ പൈത്തൺ ഇൻസ്റ്റാൾ ആവുന്നില്ല, അതെന്തോ ഒരു ഇഷ്യൂ കൊണ്ടാണ്. ഇപ്പൊ കണ്ടോ, പൈത്തൺ ഈസ് ഇൻസ്റ്റാൾ. അപ്പൊ നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം എങ്ങനെ വിഷ്വൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടോ. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തരാം. നിങ്ങൾ അതിന് എന്ത് ചെയ്തു, സെൽഫായിട്ടൊന്ന് ട്രൈ ചെയ്താൽ മതി. പൈത്തൺ വെച്ചിട്ട് എങ്ങനെ വിഷ്വൽസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഞാൻ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാൽ പൈത്തൺ വെച്ചിട്ട് എങ്ങനെ പവർ ബിയിൽ വിഷ്വൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്.
ആ ഒരു ലിങ്ക് പ്രോപ്പർ ആയിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യുക. ആർക്കെങ്കിലും ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യുക കേട്ടോ. ഹലോ സർ. പറഞ്ഞോളൂ. സർ, എറർ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് ആയിട്ട് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. അതില് സിസ്റ്റത്തില് പാണ്ടാസും മാറ്റ്പ്ലിബ് ഒക്കെ ഇൻസ്റ്റാൾഡ് ആണോ? ഇൻസ്റ്റാൾഡ് ആണ് സർ. അതായത് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ അകത്ത് ഇൻസ്റ്റാൾഡ് ആണോ ചോദിക്കുന്നത്? സിസ്റ്റത്തിന്റെ അകത്ത് ഇൻസ്റ്റാൾ ആണോ മീൻസ് നിങ്ങൾ ഒരിക്കലും വെർച്വൽ എൻവയോൺമെന്റ് ഒന്നും ക്രിയേറ്റ് ആയിട്ടല്ല ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഡയറക്റ്റ് കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന VS അല്ലേ കോഡിൽ ചെയ്തിട്ടുണ്ടോ? ഇൻസ്റ്റാൾ ചെയ്താൽ പോരെ? ആ VS കോഡ് ചെയ്യുന്നതന്നെ. ആ. അത് ചിലപ്പോൾ നിങ്ങളുടെ പൈത്തൺ വേർഷൻ ചിലപ്പോൾ ഇതുമായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടിങ് ഇഷ്യൂ ഉണ്ടാവും. നിങ്ങൾ ആരും എന്ത് ചെയ്ത് പൈത്തൺ വേർഷൻ ഒന്നും പോയിട്ട് ചേഞ്ച് ചെയ്യരുത് കേട്ടോ. ഇവിടെ ചെറിയൊരു ആവശ്യമേ ഉള്ളൂ, അപ്പുറത്ത് നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ ചെറിയ കാര്യത്തിനോട്ട് വേർഷൻ മാറ്റിൽ എന്ത് ചെയ്യും, അപ്പുറത്ത് നിങ്ങൾ ഡീപ് ലേണിംഗിന്റെ അവിടെ വീണ്ടും ഇഷ്യൂ ഫേസ് ചെയ്യും. അതുകൊണ്ട് എറർ വരുന്നത് അവിടെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി, അല്ലാത്തവർ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ചില വേർഷൻസ് ചിലപ്പോൾ സപ്പോർട്ട് ആവണമെന്നില്ല. അതുകൊണ്ട് വേർഷൻസ് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇപ്പൊ നിങ്ങൾ ചേഞ്ച് ചെയ്യണ്ട കേട്ടോ. സാർ, ആ DFന്റെ ആ ഒരു query വെച്ചിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ആവുന്നു, ലൈക്ക് SQL ചെയ്ത പോലെ, അത്രയല്ലേ ഉള്ളൂ? യെസ്. അതിനുശേഷം എന്ത് ചെയ്യാം, വിഷ്വലും ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ആ. കാണാം പൈത്തൺ സ്ക്രിപ്റ്റിംഗ്, അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, വിഷ്വൽ ക്രിയേറ്റ് ചെയ്യാം. ആ. പക്ഷെ അത് പൈത്തൺ നോളജ് വേണം കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് യൂസ് ചെയ്ത് ആ സ്ക്രിപ്റ്റ് ഡയറക്റ്റ്ലി യൂസ് ചെയ്താൽ മതി. ഇപ്പൊ നന്ദഗോപാലിന് ഡാറ്റ കണക്ട് ഞാനിപ്പോ ആ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, സ്ക്രിപ്റ്റ് യൂസ് ചെയ്യും. നന്ദഗോപാലിന് ഡാറ്റ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലത്തെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഇവിടെ വിഷ്വൽ എന്ത് ചെയ്യാം, വിഷ്വൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വിഷ്വൽ ക്രിയേറ്റ് ആവും. ഓക്കെ സർ. പക്ഷെ സെയിം സ്ക്രിപ്റ്റ് യൂസ് ചെയ്യരുത്, ഇതിൽ ചേഞ്ചസ് വരുത്തിയിട്ട് യൂസ് ചെയ്യാം. അതിൽ ഓരോ സ്റ്റെപ്പും വായിച്ചു നോക്കുക എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, എന്നിട്ടൊന്ന് ട്രൈ ചെയ്തു.
ഓൺലൈൻ പ്രോപ്പർ ആയിട്ട് വിഷ്വൽസ് ക്രിയേറ്റ് ആയിരുന്നു ഹാൻഡ് റൈസ് ചെയ്ത് പൈത്തൺ വെച്ച് ഡാറ്റ ലോഡ് ചെയ്ത് അതിന്റെ ബേസിൽ വിഷ്വൽ ക്രിയേറ്റ് ചെയ്തവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ഈ ശനിയാഴ്ച എക്സാം വരുന്നു. ഉം? എങ്ങനെ സ്കോർ ഒരു പെർസെന്റേജ് ഉണ്ടാവും ഓരോ സെഷൻ ഓരോ ഇതുണ്ടാവും. എല്ലാ സെഷനും നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നവർ പാസ്സാവും, അല്ലാതെ ഫെയിൽ ആവും. ഓരോന്നിലും പാസ്സാവണം. ആപ്റ്റ്യൂഡ്, ടെക്നിക്കൽ ഫേസ് ടു ഫേസ്, HR, മെഷീൻ. എങ്ങനെയുള്ള മാസം അല്ല, ഓരോ ബാച്ച് കഴിയുമ്പോഴും എക്സാം നടത്തും. ഇപ്പോ റൗണ്ട് ഉണ്ടല്ലോ, അതിലിപ്പോ ഏതെങ്കിലും ഒന്നില് അല്ലെങ്കിൽ രണ്ടില് പോയി വിചാരിക്കും. ഉം. അപ്പോ നെക്സ്റ്റ് വരുമ്പോ എല്ലാവരും വരും, ഈ അഞ്ചിലുള്ളിലൊക്കെ നോക്കി പോയപ്പോ ഏതായിരിക്കും നല്ലത്? ഏതായിരിക്കും നല്ലത്? ഏതാ? 5 എഴുതുന്നതാണോ 2 എഴുതുന്നതാണോ? 5 വേണ്ട വരൂല, അത് മാത്രം എഴുതിയാൽ മതി. അങ്ങനെയാണ് ഇതുവരെ. ഇനി ചേഞ്ചസ് ഒന്നുമില്ല, എനിക്ക് ഉറപ്പില്ല കേട്ടോ. പക്ഷെ എന്ത് വന്നാലും എനിക്ക് ലാസ്റ്റ് ഒരു കാര്യം പറയാനുള്ളൂ, ഇത് ഒന്നുമല്ല. നിങ്ങൾ പാസ്സായാലും ഫെയിൽ ആയാലും നിങ്ങൾ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നോ അതിന്റെ ബേസ് എനിക്ക് ജോലി കിട്ടും. അതിന് ആദ്യമേ പറയാം. അതായത് ഇത് പാസ്സാവണ്ടല്ല അതിന്റെ അർത്ഥം. സർട്ടിഫിക്കറ്റ് കിട്ടും, പക്ഷെ ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ആരും എവിടെയും ചോദിക്കില്ല. ഉം. വെറുതെ നിങ്ങൾക്ക് എന്താണ് അത് കയ്യിൽ വാങ്ങി വെക്കാന്നുള്ള ഇതൊന്നും ആരും എവിടെയും ചോദിക്കാനൊന്നും പോകുന്നില്ല. പി- എനിക്ക് 10th ഉണ്ട്, 12th ഉണ്ട്, ബിടെക്കിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിനുശേഷം ഞാനൊരു PG ഡിപ്ലോമ ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്റെ കയ്യിൽ. പിന്നെ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ ഒരു കോഴ്സ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്റെ കയ്യിൽ. ഇതുവരെ ഒരു കമ്പനിയും എന്നോട് ഒരു ഇന്റർവ്യൂവിനും ഇതൊന്നും ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ചില്ല, എന്നെ ബാക്കി ആരും ചോദിച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ല. എന്നോട് ഇതുവരെ ഒരു കമ്പനിയും ചോദിച്ചിട്ടില്ല. അവസാനം ചോദിക്കും, ജോലിയൊക്കെ കിട്ടി അതിന്റെ ഡോക്യുമെന്റേഷൻ പ്രോസസ് സമയത്ത് ഇതിന്റെയൊക്കെ എന്താണ് റെസ്യൂമിൽ വെച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ഒറിജിനൽ കോപ്പി അല്ലെങ്കിൽ ഗസ്റ്റ് ഓഫീസ് സൈൻ ചെയ്ത കോപ്പി അവർക്ക് വെരിഫിക്കേഷൻ കാണണം. ഇത്രയേ ഉള്ളൂ. അല്ലാതെ അതിനു മുമ്പൊന്നും ഇതുവരെ ഒരു കമ്പനി എന്നോട് ഇതിന്റെ ഒന്നും ചോദിച്ചിട്ടില്ല. ഇവൺ ഒരു മാർക്ക് പോലും എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ഫുൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റിന് അവിടെ റോള് വരുന്നത്. പിന്നെ ഇന്റർവ്യൂവിന് മുമ്പ് റോള് വരും, എന്താണ് ആ ഇന്റർവ്യൂയുടെ റൗണ്ടിലോട്ട് ഒന്ന് കയറാനും വേണ്ടിയിട്ട്. അതായത് ബിടെക്കിലവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള കൺസെപ്റ്റിൽ അവിടെ സർട്ടിഫിക്കേഷൻ വാല്യൂ ഉണ്ടാവും. അല്ലാതെ ഇതിന് അവിടെ ഒരു റോളും ഇല്ല. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് A+ ആയാലും B ആയാലും അത് നിങ്ങൾ ഒരിക്കലും എവിടെയും ഡിഫൈൻ ചെയ്യാനൊന്നും പോകുന്നില്ല. ഇപ്പൊ എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ട്, എന്റെ കൂടെ പഠിച്ച വേറൊരാൾക്ക് 9 A+ ഇല്ല. ഇപ്പൊ അവൻ എന്നെക്കാളും വലിയ ജോലി എടുത്തിട്ടുണ്ട്, എന്നെക്കാളും വലിയ എത്രയോ മടങ്ങ് സാലറി വാങ്ങുന്നത്. അതൊന്നും ആരും ഡിഫൈൻ ചെയ്യുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എന്നുള്ള കാര്യം മറന്നേക്കാൻ ഇപ്പോഴേ പറയാം. സർട്ടിഫിക്കറ്റിനെ കൊണ്ട് ഒന്നും ചെയ്യാനില്ല. അത് ഓരോ സ്റ്റേജ് കടക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പേപ്പറിലുള്ള ഡോക്യുമെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് സ്കില്ലുണ്ടോ ഇതിനൊന്നും വലിയ വിലയൊന്നും ഉണ്ടാവില്ല. ഡോക്യുമെന്റേഷൻ മാത്രം.
ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ സമയത്ത് എനിക്ക് ഇതുണ്ട് ഇത് കാണിക്കാനുള്ള ജസ്റ്റ് എന്താണ് ഡോക്യുമെന്റ്സ്. പക്ഷെ ബിടെക് പോലെ സർട്ടിഫിക്കേഷൻസിന് കുറച്ച് വാല്യൂബിൾ ആയിരിക്കും. അതായത് ഒരുപാട് സ്ഥലത്ത് അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഒന്നുകൂടെ അപ്പ് ചെയ്യാൻ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളൊരു കമ്പനിയിലൊക്കെ ജോയിൻ ചെയ്ത് ഒരു മാനേജർ ലെവലിൽ എത്തുമ്പോൾ അവർ പറയും MBA ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ടെന്ന് പറയും. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടി വരും. ഒരുപാട് വർക്കിംഗ് എംപ്ലോയീസ് കാണാൻ പറ്റും. അവർ പ്രൊമോഷൻ വേണ്ടിയിട്ട് മാത്രം സർട്ടിഫിക്കറ്റ് എടുക്കുന്നു, MBA എടുക്കുന്നുണ്ടാവും. എന്നാൽ അവർക്ക് വേണ്ട ഒന്നുമില്ല, ഒരു ഡോക്യുമെന്റ് കയ്യിൽ വേണം, വേറെ ഒന്നും വേണ്ട. MBA ഉണ്ട് എന്നുള്ളത്, MBA ഹോൾഡർ ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റി എടുക്കാന്നുണ്ടെങ്കിൽ അത് അതിനു വേണ്ടി മാത്രം എടുക്കുന്നതാണ്. ആള് ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം അതെല്ലാവരും മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ കോളേജസ് കാണാറില്ല, പ്രിൻസിപ്പൾ ആവണമെങ്കിൽ ഡോക്ടറേറ്റ് വേണം. പക്ഷെ അതിനേക്കാളും നല്ല ടീച്ചേഴ്സ് അവിടെ ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാവാൻ പറ്റുന്നില്ല? അവിടെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടതിന് ആദ്യമേ പറയും. അത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിക്കരുത്. ജോലി നേടാൻ വേണ്ടിയിട്ട് പഠിച്ചോ, അവിടുന്ന് പ്രൊമോഷൻസും കാര്യങ്ങൾക്കും നിങ്ങൾ വേണ്ടി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തു. അത് എപ്പോഴും ജസ്റ്റ് ഒരു പേപ്പർ മാത്രമാണ്, ബാക്കി മൊത്തം നിങ്ങളുടെ കയ്യിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ എക്സാമിന് എന്ത് സംഭവിച്ചാലും ബാക്കി നിങ്ങളെ ജീവിതം തീരുമാനിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. അതിൽ വേറെ ആരും ഇടപെടത്തില്ല. ഞാൻ ഇപ്പോഴത് പറയാം. നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ കരിയറും മൊത്തം നിങ്ങളുടെ കയ്യിലുള്ള, അല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇനി എത്ര നിങ്ങൾ ഉപദേശിച്ചാലും, അത് എത്ര കരിയർ പാത്ത് പറഞ്ഞാലും ഞാൻ പോവില്ല, ഞാൻ പഠിക്കില്ല, എനിക്കത് വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല? നിങ്ങൾ പഠിക്കുകയും ചെയ്യില്ല, നിങ്ങൾ അവിടെ എത്തുകയും ചെയ്യില്ല. അത് നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എത്താൻ പറ്റും. ചിലപ്പോൾ എല്ലാവർക്കും ഡാറ്റാ സയൻസിനോട് പാഷൻ ഒന്നും ഉണ്ടാവില്ല ഈ ക്ലാസ്സുകളിൽ. കുറച്ചുപേരുടെ പാഷൻ സ്റ്റിൽ വേറെ എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ കഴിവ് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യും. അത്രേ പറയും. ഇനി കുറച്ചു പേർക്ക് പാഷൻ പ്രൊഫഷനാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്യുക? ആ പാഷൻ ഒരിക്കലും കൈവിട്ട് കളയരുത്. പ്രൊഫഷനായിട്ട് കണ്ടിന്യൂ ചെയ്യുക, പാഷനായിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇനി പാഷൻ തന്നെ പ്രൊഫഷനാക്കാൻ താല്പര്യമുള്ളവർ ആ രീതിയിലും കാര്യം കൊണ്ടുപോകും. ഒരിക്കലും ആ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതിനൊരിക്കലും ഒരു കോംപ്രമൈസിന് എന്ത് ചെയ്യരുത്? വിട്ട് കളയരുത്. അവസാനം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? വെറുതെ സമയം കളഞ്ഞ് കരഞ്ഞും പിടിച്ചൊക്കെ ഇതാവും. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. അത് ആദ്യം ഒന്ന് കണ്ടുപിടിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഡാറ്റാ സയൻസും ഇതൊക്കെയാണെങ്കിൽ സന്തോഷം ചേരുന്ന കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത കോഴ്സുമായിട്ട് തേടി പോകുന്ന കാണാം. ഓക്കെ, അതുകൊണ്ട് ആ രീതിയിൽ പഠിക്കുക കേട്ടോ. അതായത് എക്സാമിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പേ എനിക്കൊരു ജോലി കിട്ടും, അതുകൊണ്ട് ആ റിസൾട്ട് ഒന്നും എന്നെ ബാധിക്കാനേ പോകുന്നില്ല എന്ന രീതിയിൽ കാര്യം ചെയ്യും. അങ്ങനെ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ എക്സാം റിസൾട്ട് എനിക്ക് ആവശ്യമില്ല, എനിക്ക് ജോലി കിട്ടിയെന്ന് കാണിച്ചു കൊടുക്കുക പോയിട്ട്. പറ്റുമോ? അങ്ങനെ ചെയ്ത് കാണിക്കുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ എക്സാം റിസൾട്ട് ആകുമ്പോൾ ഞാൻ ഫെയിൽ ആയി, പക്ഷെ എനിക്ക് ജോലി കിട്ടി. ഒരു ഹീറോയിസ് അല്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കുക. വേണമെങ്കിൽ അത് വെച്ചിട്ട് പോസ്റ്റർ പഠിക്കും. പോസ്റ്റർ അടിക്കാൻ നല്ല ടാഗ് ലൈൻ ഒക്കെ വേണ്ടേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇതുവരെ അടുത്ത കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഇതെങ്ങനെ പവർ ബി സർവീസിലോട്ട് പബ്ലിഷ് ചെയ്യാം, അവിടുന്ന് റിപ്പോർട്ടിൽ നിന്ന് എങ്ങനെ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാം, ഷെഡ്യൂൾ റിഫ്രഷിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം, RLS എങ്ങനെ ചെയ്യുന്നതൊക്കെ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പൊ നാളത്തോടു കൂടെ പവർ ബിയുടെ ക്ലാസ് കംപ്ലീറ്റ് ആവും കേട്ടോ. പിന്നെ അപ്പുറത്ത് ഡീപ് ലേണിംഗ് മാത്രമേ ഉണ്ടാവും. എക്സാം കൂടെ കഴിയുമ്പോൾ ഓരോ ആൾക്കാരും പ്ലേസിലായി പോകുമ്പോൾ പിന്നെ നമ്മൾ തമ്മിലൊന്നും അധികം കാണുന്നുണ്ടാവില്ല. ഓക്കെ, ഓൺലൈൻ ലീവ് ചെയ്യുന്നവർ ലീവ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ശരി എന്നാൽ. താങ്ക് യു സർ.